നമസ്കാരം കൂട്ടുകാരെ, വയനാട് സഫാരിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാലിദ്വീപിലെ ഇവിടെയല്ല, വേറൊരു സ്ഥലത്ത്, വേറൊരു ഐലൻഡിൽ പോയിട്ട് ഷാർക്കിൻ്റെ കൂടെ 1 മണിക്കൂർ അങ്ങ് നീന്തുക. വെറൈറ്റി സംഭവമാണ് കേട്ടോ, ആരും ചെയ്യാത്തൊരു സംഭവമാണ് ഇതുവരെ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട കൂടെ കൂടുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടുന്ന് പുറപ്പെട്ടു. ഒരു 45 മിനിറ്റ് ബോട്ടിൽ പോകണമായിരുന്നു. അപ്പം ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ 2 സാധനങ്ങൾ മാത്രം മതിയിട്ടാകുന്നത്, ഒരു മാസ്ക് പിന്നെ ഒരു ലെഗിങ് നീന്തുന്ന സാധനമാണ്. വലിയൊരു സാധനം, പാട പോലത്തെ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. ഒരു 15 പേരുടെ അടുത്തുണ്ട് നമ്മൾ മൊത്തം ടോട്ടൽ ആൾക്കാർ ഒരു ബോട്ടിൽ. ഇവിടുന്ന് 1 മണിക്കൂർ പോകണം. അപ്പം കണ്ടില്ല വ്യൂസൊക്കെ, ഇതാണ് മാൽഡീവ്സിലെ വാട്ടർ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കയറുന്നത്. നമ്മളിവിടുന്ന് ബോട്ട് എടുത്തു. ഇനി 45 മിനിറ്റാണ് നമുക്ക് സ്പോട്ടിലേക്ക് വേണ്ടത്. നമ്മളൊരു 15ൻ്റെ അടുത്ത ആൾക്കാരുണ്ട്, 2 പിന്നെ ഗൈഡും ഉണ്ട്. അവർ ചെറിയ ഇതൊക്കെ തരും, ഇൻട്രൊഡക്ഷനൊക്കെ തരും. കാരണം ഇതിൻ്റെ കൂടെ നീന്തുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. കാരണം അത്യാവശ്യം വലുപ്പമുള്ള ഷാർക്കാണ് ഉള്ളത്. ഇനി കാണുന്നതൊക്കെയാണ് മാലദ്വീപിലെ ഓവർ വാട്ടർ വില്ല, പിന്നെ ഡോൾഫിൻസ് ഒക്കെ നോർമലായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. നമുക്ക് പിന്നെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്ര പിന്നെ എക്സ്പീരിയൻസ് ആണ്. വെള്ളം ഏകദേശം കണ്ടീലായിട്ടുള്ള വെള്ളം റെഡിയായി, എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു, വെള്ളത്തിലേക്ക് ചാടുവാണ്. ഓക്കെ, റെഡി. ഈ കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക. ഓക്കെ, പിന്നെ ഞാൻ വോയിസ് ഇടുന്നില്ല, വോയിസ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കിട്ടില്ല കേട്ടോ. ഇതൊരു പടുകൂറ്റൻ സാധനമാണ്. ഒരു 2-2.5-3 മീറ്ററിൻ്റെ അടുത്ത് നീളമുള്ളൊരു സാധനം കേട്ടോ. അത് കാണുമ്പോൾ പേടിയാവും ശരിക്കും. അടുത്തേക്ക് ഇങ്ങനെ നമ്മുടെ പല്ലും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും കാണുമ്പോൾ. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് തൊട്ടടുത്തല്ലേ, ഫേസിലേക്കാണ് ശരിക്കും വരിക. പിന്നെ അതിങ്ങനെ മാറിപ്പോവും, അറ്റാക്ക് ചെയ്യില്ല. കണ്ടില്ല, പല്ല് കണ്ടില്ലേ, ആ പല്ല് കാണുമ്പോൾ അതിനകത്ത് ശരിക്കും ഇവിടെ ഇതുവരെ അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല, ഷാർക്ക് അറ്റാക്ക് ചെയ്തിട്ടില്ല. ബട്ട് ഡേഞ്ചേഴ്സ് ആണ്. കാരണം ഷാർക്ക് അറിയല്ലേ, കേട്ടില്ലേ എല്ലാവരും. അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ അങ്ങനെ ഒരു ഇത് നടത്തുന്ന ഇത് കണ്ടോ, അതിൻ്റെ പല്ല് കണ്ടോ, എന്ത് വലുപ്പമാണ് കാണാമെന്ന്. ഒരു 2-2.5 മീറ്റർ, അതായത് നമ്മുടെക്കാളും വലുപ്പമുണ്ട് ഇത്. നമ്മുടെ ഒരു 70 കിലോ ഉള്ള ഒരു ആളിനേക്കാളും വലുപ്പമുള്ള ഷാർക്കുകളാണ് കേട്ടോ ഇത്. പിന്നെ അണ്ടർ വാട്ടറിൽ ഇത് ചെയ്യുമ്പം ഞാൻ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് കാരണമാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവുള്ളത്. അല്ലെങ്കിൽ GoProയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ കിട്ടും കേട്ടോ. വെള്ളം കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 7-8 മീറ്ററോളം താഴ്ച ഉള്ള സ്ഥലത്താണ് നമ്മൾ സ്നോർക്കിൾ ഇത് ചെയ്യുന്നത്. അതിൻ്റെ അടിയിലേക്ക് കണ്ടില്ലേ, അടി വരെ നമുക്ക് കാണാം, ഏകദേശം താഴെ വരെ കാണാം. താഴെ ഇതുവരെ ഫ്ലാറ്റ് വരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയൊക്കെ ആണെങ്കിൽ
കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും വീഡിയോസ്. കണ്ടില്ല, അതൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതാട്ടോ. 3 മീറ്ററിൻ്റെ അടുത്ത് മേലെ വലിപ്പമുള്ളതാണ്. നമ്മുടെ ഒരാളേക്കാളും വലിപ്പത്തിലാണ് സാധനം. പിന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം പേടിയുണ്ട്, നല്ല എൻജോയ്മെൻ്റ് ആണ് ശരിക്കും ആക്ച്വലി. പക്ഷേ ഉള്ളിൽ നല്ല പേടിയുണ്ട്. ചിലവർ ഞങ്ങളുടെ കൂടെ വന്ന് 2 പേരെ ഇറങ്ങിയില്ല. 2 പെൺകുട്ടികളുണ്ടായിരുന്നു, അവർ ഇറങ്ങിയില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് പേടിയായി. കാരണം നമ്മുടെ നാട്ടിൽ ഷാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പിന്നെ ഡേഞ്ചർ ഒരു നമ്മുടെ ആൾക്കാർക്ക് എത്രത്തോളം പേടിയുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഫോറിനിലൊക്കെ ഇപ്പോൾ വന്നിട്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഷാർക്ക് എന്ന് പറഞ്ഞാൽ പേടിയാണ് എല്ലാവർക്കും കേട്ടോ. ഫ്രഞ്ചുകാർക്കൊക്കെ ഭയങ്കര പേടിയാണ് ഷാർക്ക് എന്ന് പറയുന്നത്. വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഇൻ കേസ് എപ്പോഴേലും ചാൻസ് കിട്ടി മാലദ്വീപിലൊക്കെ ഒരു ടൂറ് വരുവാണെങ്കിൽ ഈ ഒരു എക്സ്കർഷൻ, ഈ ഒരു ട്രിപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെയാണ് മാലദ്വീപിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ ഇത് പിന്നെ മറൈൻ ഡ്രൈവ്, പിന്നെ സ്നോക്ലിങ്, ഡൈവിങ്, ഇതൊക്കെയാണ് നമുക്ക് മാലദ്വീപിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. കാരണം കടലിൽ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ത്യക്കാരൊക്കെ വന്നിട്ട് നമ്മൾ കടലിൽ ഇറങ്ങില്ല അവർ. കാരണം അവർ ബീച്ചിൽ കൂടെ നിൽക്കും, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് എക്സാക്ട്ലി പിന്നെ നമ്മുടെ സ്നോക്ലിങ്, അതിൻ്റെ പവിഴപ്പുറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള ഫിഷുകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ഒരിക്കലും മിസ് ചെയ്യരുത് ഇൻ കേസ് നമുക്കൊരു ചാൻസ് കിട്ടും. ഈ ഒരു എക്സ്പീരിയൻസ് മാസ്കൊക്കെ വെച്ചിട്ട് വളരെ ക്ലിയറായിട്ട് വളരെ അടുത്ത്, അതായത് ശരിക്കും തൊടാൻ പാടില്ല എന്നാണ് അവർ പറയുക. പക്ഷേ അറിയാണ്ട് കയ്യിലൊക്കെ തൊട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായി പോയി, അങ്ങനെ കടിച്ചാലോ വിരൽ കടിച്ചെടുത്തുകൊണ്ട് പോകും. കാരണം ഇതിന് മീറ്റാണ് തീറ്റ കൊടുക്കുന്നത്, 5-6 കിലോ മീറ്റാണ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ്. അപ്പോഴാണ് ഇതിങ്ങനെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. ഞാൻ 6 വർഷം മാലദ്വീപിൽ, 6ൻ്റെ മേലെ 7 വർഷം മാലദ്വീപിൽ ഉണ്ടായിട്ടും ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ചെയ്ത കേട്ടോ, അല്ലേ പോകുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. മാലദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സംഭവം കേട്ടോ. മാലി ക്യാപിറ്റലിൽ നിന്നാണെങ്കിൽ 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ റിസോർട്ടിൽ നിന്ന് വന്നുകൊണ്ടാണ് 45 മിനിറ്റ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ആ മാലയിൽ വന്ന് താമസിക്കുന്നവരൊക്കെ ആണെങ്കിലും അവിടുന്ന് തൊട്ടടുത്താട്ടോ, 15-20 മിനിറ്റ് ഉള്ളൂ, 15 മിനിറ്റ് എങ്ങാണ്ടുള്ളൂ കേട്ടോ. ഇതൊരു കുട്ടപ്പം വരുന്നുണ്ടോ, സാധനം എന്താ വലിപ്പം എന്ന് നോക്കിക്കേ. 3 മീറ്ററിൻ്റെ മേലെ ഉണ്ട് ഇത്. 3 മീറ്ററിന് നമ്മളെക്കാളും വലിപ്പത്തിലാണ് സംഭവം ഉള്ളത്. എന്താണ് അതൊക്കെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ചങ്ക് ഇടിക്കും കിട്ടുക. കാരണം നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറി ഇങ്ങനെ ഓടാൻ പറ്റില്ലല്ലോ. ബോട്ട് കുറേ അകലെയാണ് ബോട്ട് കിടക്കുന്നത്. എന്തേലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു സൗണ്ട് കേട്ടില്ല. ഇത് ക്യാമറയും കൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇച്ചിരി ലോങ് ആയിട്ട് അടിയിലേക്ക് ഒരു 4 മീറ്റർ 5 മീറ്റർ ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് ആയിരിക്കും കേട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നെയിൽ ഷാർക്കിൻ്റെ ഉള്ള സ്വിമ്മിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ഇഷ്ടപ്പെട്ടാൽ കൂടെ മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, ബൈ.